ഓക്കെ, ഇനി എങ്ങനെയാണ് നമുക്ക് കാപ്രോ ERPയിൽ പ്രൊഡക്ട്സുകൾ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിന് നമ്മുടെ മെയിൻ ഡാഷ്ബോർഡ് നമുക്കിവിടെ പ്രൊഡക്ട്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പ്രൊഡക്ട്സുകളും അതിൻ്റെ സ്റ്റോക്ക്, അതിൻ്റെ കോസ്റ്റ്, അതിൻ്റെ ടാക്സ്, അതിൻ്റെ പ്രൈസ് ഒക്കെ ഇവിടെ ലിസ്റ്റ് ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് പുതിയ പ്രൊഡക്ട്സ് ഈ ഒരു പ്രൊഡക്ട്സ് ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഈ ബോട്ടം റൈറ്റിലുള്ള ഈ ഐക്കൺ ക്ലിക്ക് ചെയ്യും. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇവിടെ യൂണിറ്റ് ടൈപ്സ്, ബ്രാൻഡ്സ്, കാറ്റഗറീസ്, ആഡ് പ്രൊഡക്ട്സ് നാല് ഓപ്ഷൻസ് കിട്ടും. അതിൽ യൂണിറ്റ് ടൈപ്സുകൾ നമുക്കിപ്പോൾ നമ്മുടെ പ്രൊഡക്ട്സിന് kg, ലിറ്റർ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുള്ള യൂണിറ്റ് ടൈപ്പുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഫസ്റ്റ് ഓപ്ഷനായിട്ടുള്ള യൂണിറ്റ് ടൈപ്പിൽ ക്രിയേറ്റ് ചെയ്യും. ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഓൾറെഡി ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള യൂണിറ്റ് ടൈപ്സുകൾ കിട്ടും. ഇനി ഇതിൽ കൂടാതെ നമുക്ക് വേറെ ഏതെങ്കിലും പുതിയ യൂണിറ്റ് ടൈപ്പുകൾ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ഈ ബോട്ടം റൈറ്റിലുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് പുതിയ യൂണിറ്റ് ടൈപ്പുകൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ടെസ്റ്റായിട്ട് ഒരു യൂണിറ്റ് ടൈപ്പ് ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, ഞാനിവിടെ ക്രിയേറ്റ് ചെയ്ത ഏറ്റവും ടോപ്പിൽ ഞാനിപ്പോൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ടെസ്റ്റ് എന്ന് പറയുന്ന യൂണിറ്റ് ടൈപ്പ് വന്നിട്ടുണ്ട്. ഇനി അതിനെ നമുക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലോട്ട് വന്ന് സ്ലൈഡ് ചെയ്താൽ നമുക്ക് അതിനെ എഡിറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് പ്രൊഡക്ട്സിൻ്റെ വിൻഡോയിലോട്ട് പോകാം. ഓക്കെ, ഇനി പ്രൊഡക്ട്സിൻ്റെ വിൻഡോയിൽ വീണ്ടും നമുക്ക് ബ്രാൻഡ്സ്, കാറ്റഗറീസ്, ആഡ് പ്രൊഡക്റ്റ് എന്നുള്ള 4 ഓപ്ഷൻസ് ഉണ്ട്. ഇനി നമുക്ക് നമ്മുടെ പ്രൊഡക്ട്സിന് എന്തെങ്കിലും ബ്രാൻഡിൻ്റെ അണ്ടറിൽ നമുക്ക് സെല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ബ്രാൻഡ്സിൽ പോയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ പ്രൊഡക്ട്സിൻ്റെ ബ്രാൻഡ്സിന് ഇവിടെ കൊടുക്കാൻ പറ്റും. പുതിയ ബ്രാൻഡ്സിനെ ഇവിടെ റൈറ്റ് സൈഡിലുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതും ആഡ് ചെയ്യാൻ പറ്റും. സെയിം ഇതുപോലെ തന്നെയാണ് കാറ്റഗറീസിൻ്റെ കേസിലും. പുതിയ കാറ്റഗറീസ് എന്നുള്ള ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ കാറ്റഗറീസിലോട്ട് വരും. എന്നിട്ട് നമ്മുടെ ഇവിടെ ഓൾറെഡി ആഡ് ചെയ്തുള്ള കാറ്റഗറീസിനെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. പുതിയ കാറ്റഗറീസിനെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ആഡ് കാറ്റഗറി എന്നുള്ള ഈ റൈറ്റ് സൈഡിലുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇനി നമുക്കിങ്ങനെ പുതിയ പ്രോഡക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അതിന് നമ്മുടെ ഈ റൈറ്റ് സൈഡിലുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ആഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഫസ്റ്റത്തെ ഓപ്ഷൻ അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് കുറേ ഫീൽഡുകൾ ഉണ്ടാവും ഫില്ല് ചെയ്യാൻ. അതിൽ നമുക്ക് പ്രൊഡക്റ്റ് നെയിമാണ് ഫസ്റ്റ് തന്നെ കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഒരു ടെസ്റ്റ് ഐറ്റം എന്നുള്ള പേരിലാണ് പ്രോഡക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ പേര് കൊടുത്തു. പ്രോഡക്റ്റ് നെയിം ലോക്കൽ ഉദ്ദേശിച്ചത് നമുക്ക് ഇപ്പോൾ നമ്മുടെ ഈ നെയിമിന് നമുക്ക് അറബിക്കായിട്ടും അല്ലെങ്കിൽ നമ്മുടെ ഹിന്ദി അങ്ങനെയുള്ള ലാംഗ്വേജിലായിട്ടും കൊടുക്കാൻ പറ്റും. അതിനുള്ളൊരു ഫീൽഡാണ് ഈ പ്രൊഡക്റ്റ് നെയിം ലോക്കൽ എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ ബാർകോഡ് നമ്മൾ ഓട്ടോ ജനറേറ്റ് ആയിട്ട് വരുന്നതാണ്. ഒപ്പം തന്നെ നമുക്കിവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. ഞാൻ ഇങ്ങനെ ആക്കി മാറ്റിയിട്ടുണ്ട്. ബാർകോഡ് 10,001 കൊടുത്തിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ HSN കോഡ്, സീരിയൽ നമ്പർ, അതൊന്നും മാൻഡേറ്ററി ഫീൽഡ്സ് അല്ല. അടുത്തത് ടാക്സ് ടൈപ്പാണ്. ടാക്സ് പെർസെൻറ്റേജ് ആണ്. എത്രയാണ് ഈ ഒരു പ്രോഡക്റ്റിന് ടാക്സ് വരുന്നത്, എത്ര പെർസെൻറ്റേജ് ആണ് വരുന്നത് എന്നുള്ളതാണ്. നമുക്കൊന്നും ടാക്സ് ഇല്ലാതെ നമുക്ക് സെല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ VAT 0 അല്ലെങ്കിൽ നൺ എന്ന് ചൂസ് ചെയ്യാവുന്നതാണ്. അല്ല എന്നുണ്ടെങ്കിൽ VAT 15. ഇപ്പോൾ ഇതിൽ സൗദിയിലായതുകൊണ്ട് നമ്മളിവിടെ VAT 15 മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മളിവിടെ VAT 15 എന്ന് ചൂസ് ചെയ്യുന്നു. ഇനി വരുന്നത് ടാക്സ് ഇൻക്ലൂഡ് ആണോ ടാക്സ് എക്സ്ക്ലൂഡ് ആണോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിന് നമ്മൾ കൊടുക്കുന്ന പ്രൈസ് ടാക്സ് ഇൻക്ലൂഡ് ആയിട്ടാണ് എന്നുണ്ടെങ്കിൽ ഈ രണ്ടാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇനി അതെല്ലാം നമ്മുടെ പ്രൊഡക്റ്റിന് നമ്മൾ എക്സ്ട്രാ ഈ നമ്മുടെ പ്രൈസിന് പുറമേ നമുക്ക് ടാക്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടാക്സ് എക്സ്ക്ലൂഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ടാക്സ് എക്സ്ക്ലൂഡ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഇനി അടുത്തത് ബൈ പ്രൈസ് ആണ്. ബൈ പ്രൈസ് നമുക്ക് ഞാനിപ്പോൾ ഒരു 100, നമ്മൾ എത്ര രൂപയ്ക്കാണ് ഇത് വാങ്ങിയത് എന്നുള്ളൊരു പ്രൈസാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ 100 കൊടുത്തു. ഇനി പ്രൈസ് 1, പ്രൈസ് 2, പ്രൈസ് 3, ഈ 4 ഓപ്ഷൻ നമ്മൾ പ്രൈസ് 1 ഇതിൽ മാൻഡേറ്ററി ഫീൽഡാണ്. നമ്മൾ എത്ര രൂപയ്ക്കാണ് ഇത് സെല് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു ഓപ്ഷനാണ് പ്രൈസ് 1. ഇനി പ്രൈസ് 2 നമുക്ക് കുറേ പാർട്ടീസ് ഉണ്ട്. അതിൽ ചില പാർട്ടീസുകൾക്ക് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടാണ് ഈ പ്രൈസിൽ ഡിഫറൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഈ പ്രൈസ് 2, പ്രൈസ് 3, പ്രൈസ് 4 എന്ന ഫീൽഡിൽ ഓരോ പ്രൈസുകളായിട്ട് കൊടുത്തിട്ട് നമുക്കതിനെ മാനേജ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ പ്രൈസ് 1 എന്നുള്ളതിൽ 110 കൊടുത്തിട്ടുണ്ട്. പ്രൈസ് 2 എന്നുള്ളതിൽ 120 കൊടുത്തിട്ടുണ്ട്. പ്രൈസ് 3 130, പ്രൈസ് 4 140.
ഇതൊന്നും മാൻഡേറ്ററി ആയിട്ടുള്ള പ്രൈസ് 2, പ്രൈസ് 3, പ്രൈസ് 4 മാൻഡേറ്ററി ആയിട്ടുള്ള ഫീൽഡുകളെല്ലാം ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ഓക്കെ, ഇനി ബേസ് പ്രൈസ് ഞാനൊരു 100 കൊടുത്തു. ബേസ് പ്രൈസ് ഉദ്ദേശം നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ഈ ഒരു ബേസ് പ്രൈസിന് അടിയിലോട്ട് ഒരിക്കലും സെല്ല് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു കണ്ടീഷൻ വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ബേസ് പ്രൈസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് സ്റ്റോക്കാണ്. ഈ ടാക്സ് നമ്മൾ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആയി വരുന്നതാണ്. എത്രയാണ് നമ്മളവിടെ പ്രൈസ് 1 എന്ന ഫീൽഡിൽ പ്രൈസ് കൊടുക്കുന്നത് അതിൻ്റെ 50% ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവിടെ വരുന്നതാണ്. അടുത്തത് ഓപ്പണിംഗ് സ്റ്റോക്ക്. എത്രയാണ് നമ്മുടെ പ്രൊഡക്റ്റിന് ഓപ്പണിംഗ് സ്റ്റോക്കായിട്ട് നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളതാണ്. ഞാനിപ്പോൾ 10 കൊടുത്തു. ഇനി അടുത്തത് എന്താണ് നമ്മൾ നേരത്തെ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കാറ്റഗറീസ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഏത് കാറ്റഗറീൻ്റെ അണ്ടറിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് എന്നുള്ളതാണ്. ഞാനിപ്പോൾ അത് ജനറൽ എന്ന് കൊടുത്തു. ബ്രാൻഡും ജനറൽ എന്ന് കൊടുത്തു. യൂണിറ്റ് ടൈപ്പ് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള യൂണിറ്റ് ടൈപ്പുകൾ എല്ലാം ഇവിടെ ലിസ്റ്റ് ആയിട്ടുണ്ടാവും. അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള യൂണിറ്റ് ടൈപ്പ് ചൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ പീസസ് ചൂസ് ചെയ്തു. എന്നിട്ട് ഇവിടെ നമുക്കിവിടെ മൾട്ടി യൂണിറ്റ്സ് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്ട്സിന് ഇപ്പോൾ വേറെ കാർട്ടൂണായിട്ടോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് സെല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ മൾട്ടി യൂണിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, ആഡ് മൾട്ടി യൂണിറ്റ്സ്. അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ നമുക്കിവിടെ യൂണിറ്റ് ടൈപ്പ് എന്താണ് അതിൻ്റെ യൂണിറ്റ് ടൈപ്പ്, ബാർകോഡ്, ക്വാണ്ടിറ്റി, കോസ്റ്റ്, പ്രൈസ്, അങ്ങനെ 4 ഫീൽഡ് ഉണ്ടാവും. 5 ഫീൽഡ് ഉണ്ടാവും. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ മൾട്ടി യൂണിറ്റും ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ എക്സാമ്പിളായിട്ട് ഞാനിപ്പോൾ ഒരു ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു യൂണിറ്റും ബാർകോഡ് 2, ക്വാണ്ടിറ്റി 10, കോസ്റ്റ് 200, പ്രൈസ് 250 കൊടുത്തു. ഞാൻ മൾട്ടി യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അതിവിടെ ഏറ്റവും ബോട്ടത്തിൽ അത് വന്നിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ഞാനിവിടെ സേവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ ചോദിക്കുന്നത് വീണ്ടും നമുക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റ് ആഡ് ചെയ്യാനുണ്ടോ എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. ഇല്ല എന്നുണ്ടെങ്കിൽ നോയും, ഉണ്ട് എന്നുണ്ടെങ്കിൽ എസും കൊടുത്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. ഞാനിവിടെ നോ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റുകളുടെ കൂടെ ഇപ്പോൾ നമ്മൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ടെസ്റ്റ് ഐറ്റവും വന്നിട്ടുണ്ട്. ഇനി റൈറ്റ് സൈഡിലോട്ട് സ്ക്രോൾ ചെയ്താൽ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പ്രൊഡക്ട്സുകൾ എഡിറ്റ് ചെയ്യാനും ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാനും ഡിലീറ്റ് ചെയ്യാനും ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റത്തെ ഐക്കണ്, പെന്നിൻ്റെ ഐക്കണ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് എഡിറ്റ് ചെയ്യാവുന്നതാണ്. എല്ലാ പ്രൊഡക്റ്റിനെയും റൈറ്റ് സൈഡിലോട്ട് സ്ക്രോൾ ചെയ്താൽ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഈ 4 ഓപ്ഷൻസും വരുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എഡിറ്റ് ക്ലിക്ക് ചെയ്യാണ്, ഫസ്റ്റത്തെ ഐക്കൺ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത അതേ വിൻഡോയിലോട്ട് പോകും. എന്നിട്ട് നമുക്കിവിടെ എന്തെങ്കിലും ഫീൽഡുകൾ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ മാറ്റം വരുത്തിയിട്ട് നമുക്ക് സേവ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ പ്രൊഡക്റ്റ് നെയിം ടെസ്റ്റ് ഐറ്റം ന്യൂ എന്ന് മാറ്റിയിട്ട് ഞാനിവിടെ സേവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ടെസ്റ്റ് ഐറ്റത്തിൻ്റെ പേര് നമ്മളിവിടെ മാറ്റിയത് ടെസ്റ്റ് ഐറ്റം ന്യൂ എന്നായി മാറിയിട്ടുണ്ട്. ഇനി വീണ്ടും റൈറ്റ് സൈഡിലോട്ട് സ്ക്രോൾ ചെയ്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഐറ്റത്തിന് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാവുന്നതാണ്. അതിനാണ് ഈ രണ്ടാമത്തെ ഓപ്ഷൻ. അതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്താൽ നേരത്തെ വന്നിട്ടുള്ള അതേ വിൻഡോയിലോട്ട് ആഡ് ചെയ്യുമ്പോൾ വന്നിട്ടുള്ള അതേ വിൻഡോയിലോട്ട് വരും. പ്ലസ് എല്ലാ ഫീൽഡുകളും ഓട്ടോമാറ്റിക്കലി ഫില്ലായിട്ടായിരിക്കും വരിക. എല്ലാ ഫീൽഡുകളും ഇവിടെ ഫില്ലായിട്ടുണ്ടാവും. ഇനി നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്ന പ്രൊഡക്റ്റിന്, നമ്മൾ പുതുതായിട്ട് ആഡ് ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റിന് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ അത് മാത്രം വരുത്തിയിട്ട് നമുക്ക് സേവ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്തതായതുകൊണ്ട് ഞാൻ ജസ്റ്റ് പ്രൈസ് മാത്രം മാറ്റിയിട്ട് സേവ് ചെയ്യാണ്. എല്ലാം ഞാൻ 1000 ആക്കി. ഇവിടെ പ്രൈസ് 4 എല്ലാം ഞാൻ പ്രൈസ് 3, പ്രൈസ് 4 എല്ലാം 0 ആക്കി വെച്ചിട്ട് ഞാൻ ജസ്റ്റ് സേവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു. ടെസ്റ്റ് ഐറ്റം ന്യൂ എന്നുള്ള പ്രൊഡക്റ്റിനെയാണ് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തത്. അത് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ടെസ്റ്റ് ഐറ്റം ന്യൂ കോപ്പി എന്നുള്ള പേരിലാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഇനി നമുക്ക് ഏതെങ്കിലും പ്രൊഡക്റ്റിനെ ഇതിൽ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡോട്ട് സ്ക്രോൾ ചെയ്യുക. എന്നിട്ട് ഇവിടെ മൂന്നാമത്തെ ഐക്കൺ ഡിലീറ്റ് എന്നുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇതിന് വേണമെങ്കിൽ ഇവിടെ കൺഫർമേഷൻ ചോദിക്കാമെന്ന് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത്. അപ്പോൾ യെസ് കൊടുത്താൽ
ആ ഒരു ഐറ്റം ഡിലീറ്റ് ആയി പോയിട്ടുണ്ടാവും. ഓക്കെ, ഇനി നാലാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. നമ്മൾ ഈ ഒരു ഐറ്റത്തിന് നമുക്ക് ഇപ്പോൾ ചില കേസിൽ ബ്ലോക്ക് ചെയ്ത് വെക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ സ്റ്റോക്ക് ഇല്ല എന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഇതിന് ബ്ലോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ ഒരു ഐറ്റം സെയിൽസ് വിൻഡോയിലും പർച്ചേസ് വിൻഡോയിലും കാണിക്കില്ല. പിന്നെ എപ്പോഴാണ് നമുക്ക് സ്റ്റോക്ക് വരുന്നത് അപ്പോൾ ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ ആക്റ്റീവായിട്ടും വെക്കാം. അപ്പോൾ ഞാനിവിടെ ബ്ലോക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം. ഈ നാലാമത്തെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ കൺഫർമേഷൻ ചോദിക്കും, നമ്മൾ യെസ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ കണ്ടില്ലേ ഇവിടെ സ്റ്റാറ്റസ് ബ്ലോക്ക്ഡ് എന്ന് വന്നു. ടെസ്റ്റ് ഐറ്റം ന്യൂ കോപ്പി എന്നുള്ളതിൻ്റെ സ്റ്റാറ്റസ് ഇവിടെ ബ്ലോക്ക്ഡ് എന്ന് വന്നു. ഓക്കെ, ഇനി വേണമെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലോട്ട് സ്ക്രോൾ ചെയ്തിട്ട് ഇവിടെ ഈ ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ അതിനെ നമുക്ക് ആക്റ്റീവ് ആക്കാവുന്നതാണ്. ഞാനിപ്പോൾ ജസ്റ്റ് ആക്റ്റീവ് ആക്കുന്നത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അത് ആക്റ്റീവായി. ഓക്കെ,